ശ്രീജിത്ത്, ഇന്ന് വലിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൃഷി വകുപ്പ് രാജ്ഭവനിൽ നിന്നുള്ള 2 നോട്ടീസുകൾ അത് പുറത്ത് വിട്ടിരിക്കുകയാണ്. ആദ്യത്തെ നോട്ടീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അതുപോലെ ദീപപ്രോജ്വലനവും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ഉൾപ്പെടുത്തിയത്. ഭാരതാംബയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന പറ്റില്ല എന്നൊരു നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. അതുവഴി ഭാരതാംബയെ അവഹേളിക്കുന്ന ഒരു സമീപനം തന്നെയല്ലേ സംസ്ഥാനത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കൈക്കൊണ്ടത്? ശ്രീജിത്ത് പണിക്ക. അനിൽജി, ചോദ്യത്തിന്റെ ആദ്യ ഭാഗം കേട്ടില്ല. ശ്രീജിത്ത്, ഈ രാജ്ഭവനിൽ നിന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്ത നോട്ടീസിൽ, ആദ്യ നോട്ടീസിൽ ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന അത് പരാമർശിച്ചിരുന്നില്ല. രണ്ടാമതിറക്കിയ നോട്ടീസിലാണ് അങ്ങനെയൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് ഒരു തീരുമാനം എടുത്തു. ഭാരതാംബയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ പറ്റില്ല. ആ ഒരു സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതുവഴി ഭാരതാംബയെ അവഹേളിക്കുന്ന ഒരു നിലപാട് തന്നെയല്ലേ സംസ്ഥാന മന്ത്രി കൈക്കൊണ്ടത്? ശ്രീ അനിൽ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭാരതാംബ എന്താണ്, എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പണ്ട് കാലം മുതൽ തന്നെ, ഇങ്ങനെ ഒരു ബിംബവൽക്കരണം ഉണ്ടായ സമയം മുതൽ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ ഐഡിയോളജികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള ലേഖനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഭാരതാംബ അല്ലെങ്കിൽ ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തിനെ നിന്ദിക്കാനായിട്ട് അങ്ങനെ ആൾക്കാരും തന്നെ ശ്രമിച്ചിട്ടില്ല. മറിച്ച് തന്നെ പല രീതികളിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ആദ്യത്തെ ഒരു പ്രതീകം എന്ന് പറയുന്നത്, ഇന്നിപ്പോ ഇത് സംഘപരിവാറിന്റെ ഒക്കെ കളത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ദേവതാ സങ്കല്പം എന്ന രീതിയിലത്തേക്കോ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഒരു സ്ത്രീ സങ്കല്പം എന്ന രീതിയിലത്തേക്കോ ഒക്കെ തന്നെ ഇത് വരുന്നത് RSSന്റെ സ്ഥാപനത്തിനും 40 വർഷം മുമ്പ് ആനന്ദമഠ് എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആ നോവലിൽ നിന്നാണ്. നമുക്കറിയാം, വളരെ വിഖ്യാതമായിട്ടുള്ള വന്ദേ മാതരം, സ്ത്രീ സങ്കല്പം, ദുർഗ എന്ന രീതിയിലത്തേക്ക് വിളിക്കുന്നു, കമലദള വിഹാരണി എന്ന് വിളിക്കുന്നു, വാണി വിദ്യാധാരണി എന്ന് വിളിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിൻ്റെയും ഒരു പെർഫെക്ഷൻ എന്ന രീതിയിലത്തേക്കും വളരെ ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു സ്ത്രീ ശക്തി എന്ന രീതിയിലത്തേക്കും നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുകയും അങ്ങനെയുള്ള ആ ദേവതാ സങ്കല്പത്തിനെ നമ്മൾ എല്ലാവരും തന്നെ ധ്യാനിക്കുന്നു, വണങ്ങുന്നു എന്ന സങ്കല്പത്തിലേക്ക് വന്ദേ മാതരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നീട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ആൾക്കാർ അവരവരുടേതായിട്ടുള്ള രീതികളിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ട് തന്നെ ബാൽ ഗംഗാധർ തിലക് പൂർണ്ണമായിട്ടും ഒരു റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സിംബലായിട്ട് അതിനെ കരുതിയിട്ടുണ്ട്. ലാലാ ലജ്പത് റായ് അങ്ങനെ കരുതിയിട്ടുണ്ട്. വളരെ തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളായിരുന്ന അനുശീലൻ സമിതി, ജുഗന്തർ പാർട്ടിയൊക്കെ തന്നെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ഫിയേഴ്സ് നാഷണലിസ്റ്റ് ആയിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആ രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയിലേക്ക് വരുന്ന സമയത്ത് മഹാത്മാഗാന്ധി അതിനെ സ്വീകരിച്ചു, പക്ഷെ അത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സൈഡ് അതിനുണ്ട്. പൂർണ്ണമായും അങ്ങനെ റിലീജിയസ് ആയിട്ട് കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ വിഖ്യാതമായിട്ടുള്ള ഒരു എഴുത്ത് തന്നെയുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് തന്നെ ഭാരത മാതാവ് എന്ന് പറയുന്നത് പ്രതിനിധീകരിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളെയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഭാരത മാതാവ് വിജയിക്കട്ടെ, ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ അതുവഴി ഇന്ത്യയിലെ ജനങ്ങൾ വിജയിക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ ഇതിനെ എല്ലാ കാലത്തും ഒരു ദേവതാ സങ്കല്പം, ഒരു സ്ത്രീ സങ്കല്പം, ഒരു ശക്തി സ്വരൂപിണിയായ സ്ത്രീ സങ്കല്പം എന്ന രീതിയിലത്തേക്ക് ഉൾക്കൊള്ളുന്നതിന് ഈ രാഷ്ട്രീയ ഐഡിയോളജി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ തന്നെ സാധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിനെ ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് RSS വൽക്കരിച്ച് കാവ്യവൽക്കരിച്ച് അവരുടേത് മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശ്രമം. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്നു, നെഹ്റു പറഞ്ഞിരുന്ന അതേ പാതയിൽ തന്നെ ഇന്ത്യയിലുള്ള ശക്തരായിട്ടുള്ള ആൾക്കാരുടെയും ദുർബലരായിട്ടുള്ള ആൾക്കാരുടെയും എല്ലാവരുടെയും ശബ്ദമാണ് പ്രതിനിധീകരിക്കുന്നത് ഭാരത് മാതാവ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ നോക്കിയാൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ ഭാരത മാതാവ് എന്നൊരു കോൺസെപ്റ്റിനോട് ബുദ്ധിമുട്ടുണ്ടാകേണ്ടതില്ല. പക്ഷെ അവിടെയാണ് ഭാരതമാതാവ് എന്ന് പറയുമ്പോൾ ആരുടെ ഭാരതമാതാവ്,
എങ്ങനെ ഭാരതമാതാവാകും, ആ സങ്കല്പം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, ഇതെല്ലാം കാവ്യവൽക്കരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അനാവശ്യമായിട്ട് ഈ ഒരു ബിംബത്തിനെ മൊത്തത്തിൽ ഇകഴ്ത്തുന്ന രീതിയിലത്തേക്കുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. രാജ്ഭവനുമായി ബന്ധപ്പെട്ട് മുമ്പും നമ്മൾ വീഡിയോ ഫുട്ടേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനു മുമ്പും നടന്നിരിക്കുന്ന പല പരിപാടികളിലും, ഇപ്പൊ തന്നെ ഈ അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കുന്നതിന് ഒരു ചടങ്ങ് അവിടെ ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഉൾപ്പെടെ അവിടെ ഈ ചിത്രം ഉപയോഗിക്കുന്നതാണ്. ഭാരത് മാതാവിന്റെ ആ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രം അവിടെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിൽ അത് അങ്ങനെ ഒരു ചിത്രം ഉപയോഗിക്കുന്ന സമയത്ത് അതിലൊരു പുഷ്പാർച്ചന ഉണ്ടെങ്കിൽ, അതിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ, അതിനു മുന്നിൽ വണങ്ങുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു കുറച്ചിലാണ് എന്നോ അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നതാണെന്നോ ഒക്കെ തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേവതാ സങ്കല്പം എന്നൊക്കെ പറയുമ്പോൾ അത് ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നമ്മുടെ ഭാരതീയ സംസ്കൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ വന്നിരിക്കുന്നല്ലോ, ഇതിലൊരു പ്രത്യേക മതവുമായി ചേർന്നിട്ടുള്ള ഒരു ബിംബമാണ്, അതുകൊണ്ട് തന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിലല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൈന്യത്തിലേക്ക് പോകും. നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അവരുടെ ഡിഫൻസ് എക്യുപ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏതാണ്ട് 90% പേരുകളും ഇത്തരത്തിലുള്ള ഹൈന്ദവ പേരുകളാണ്, നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പേരുകളാണ്, മതപരമായിട്ടുള്ള പേരുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നമ്മുടെ പല റെജിമെന്റുകളുണ്ട്, അങ്ങനെയുള്ള പല ഡിവിഷൻസിന്റെയും അവരുടെ വാർക്രൈ ഉണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ എന്നതുവരെ വാർക്രൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൽ. രാജാ രാമചന്ദ്ര കി ജയ് എന്ന് പറയുന്നുണ്ട്, ജയ് ഭവാനി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഔദ്യോഗികമായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന സമയത്ത് തന്നെ സ്വീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതിനെ സിംഗിൾ ഔട്ട് ചെയ്തതിനു ശേഷം ഈ രീതിയിലത്തേക്കൊരു പ്രതീകമാണ്, അത് കാവ്യവൽക്കരണമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഈ ഭൂമിയുടെ ഭാഗമാണ്, നമ്മുടെ ഈ മണ്ണിന്റെ പൈതൃകമാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ബിംബങ്ങളെ നമ്മൾ സ്വീകരിക്കുകയാണ്. അത് സ്വീകരിക്കുന്നതിന് വ്യത്യസ്ത രാഷ്ട്രീയ മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാകേണ്ടതില്ല. ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കേട്ടാൽ വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഭാരതമാതാവിന്റെ ചിത്രം അതിന് പിന്നിൽ കാണുന്ന ഒരു ഭൂപടമുണ്ട്. ആ ഭൂപടം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടമല്ല, മറിച്ച് അത് മറ്റ് പല ഭൂവിഭാഗങ്ങളും അതിലുണ്ട് എന്നുള്ളതാണ്. അത് അഖണ്ഡ ഭാരതത്തിൻ്റെതാണ്. അപ്പൊ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പുറത്ത് മ്യാൻമറും അഫ്ഗാനിസ്ഥാനും ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രമാണ് ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം. അപ്പൊ ഇന്ന് ഇതിൽ പല ഭാഗങ്ങളും നമ്മുടേതായിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും വരട്ടുവാദമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ശ്രീ പി പ്രസാദിനോട് ചോദിക്കാനുള്ളത്, താങ്കൾ ദേശീയഗാനം പാടാറുണ്ടോ എന്നാണ്. ദേശീയഗാനത്തിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ പഞ്ചാബും ഗുജറാത്തും മറാഠയും ഒക്കെ നമുക്കുണ്ട്, പക്ഷെ ഈ സിന്ധ് നമുക്കില്ല. സിന്ധ് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് പരിഷ്കരിക്കണമെന്നോ അവിടെ സിന്ധിന് പകരം വേറെ സ്ഥലം കൊണ്ടുവരണമെന്നോ ഇതിൽ കേരളം ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമോ? ആ രീതിയിലത്തേക്ക് കാണേണ്ടതില്ല. ഇപ്പൊ നമ്മുടെ ശ്രീ പി പ്രസാദ് നമ്മുടെ സർക്കാരിലെ ഒരു മന്ത്രി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ ഔദ്യോഗിക മുദ്രണം, നമ്മുടെ സ്റ്റേറ്റ് എംബ്ലം അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻസ് വഴി എല്ലാത്തിലും അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. ആ എംബ്ലത്തിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. ആ എംബ്ലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സ്വീകരിച്ചിരിക്കുന്നത്, കേരളം സ്വീകരിച്ചിരിക്കുന്നത് തിരുവിതാംകൂറിന്റെ ശംഖാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ ഇപ്പൊ എവിടെയാ? തിരുവിതാംകൂർ ഇവിടെ ഉണ്ടോ? തിരുവിതാംകൂറിന് അധികാരമുണ്ടോ? തിരുവിതാംകൂറിന്റെ പ്രവിശ്യ നമുക്ക് ഇന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? അതെല്ലാം ഇന്ന് പല പല ജില്ലകളായിട്ട് മറ്റ് സ്ഥലങ്ങളായിട്ടും ഒക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റണമായിരുന്നു, നിങ്ങളത് മാറ്റുന്നില്ല. ഇനി അതിൽ തന്നെ നമ്മുടെ ദേശീയ ചിഹ്നമായിട്ടുള്ള അശോക സ്തംഭം ഉപയോഗിക്കുന്നുണ്ട്. ഒരു നാഷണൽ മോട്ടോ എന്ന് പറയാവുന്നത് പോലെ സത്യമേവ ജയതേ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ എംബ്ലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. സത്യമേവ ജയതേ എങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് വരുന്നത്? അഥർവവേദമാണ്, അതായത് മുണ്ടകോപനിഷത്താണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ്? ഒരു ഹിന്ദു സ്ക്രിപ്ചറാണ് അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെയാണ് കാണുന്നത് എങ്കിൽ ഇതിനൊക്കെ തന്നെ നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതിനെയൊക്കെ തന്നെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ചിലതിനെ അംഗീകരിക്കും, ചിലതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വെറും ഇരട്ടത്താപ്പാണ്. നിങ്ങൾക്ക് ആൾക്കാരെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ തന്നെ കാവ്യവൽക്കരണമാണ് എന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രീണിപ്പിക്കുന്നതാണ് എന്നോ ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ മതവിഭാഗത്തിന് മാത്രമേ നമ്മുടെ രാജ്യത്ത് സ്ഥാനമുള്ളൂ എന്ന് സ്ഥാപിക്കലാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായത്തിനെയൊക്കെ തന്നെ എതിർക്കേണ്ടി വരും. കാരണം കേവലം മതം എന്ന രീതിയിൽ മാത്രമല്ല, നിങ്ങൾക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്താണ് എന്ന് ഉൾക്കൊള്ളുക, അതിനെ മനസ്സിലാക്കുക, അത്തരത്തിലുള്ള ബിംബങ്ങളെ നിങ്ങൾ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ, രാജ്യസഭ MP ആയിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ്
അദ്ദേഹം ഇവിടെ പെന്തക്കോസ്റ്റ് വിഭാഗത്തിനെതിരെ ഒരു പ്രസ്താവന നടത്തുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായിട്ട് സെനഡിൽ നിന്ന് പ്രതിഷേധ പ്രകടനം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ലേലുവല്ല് പറയേണ്ടി വന്നു. അപ്പൊ അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട് എന്നൊരാളിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരാവശ്യവുമില്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മതപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവന വഴി ഇകഴാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഞാൻ പറഞ്ഞത് ഇത് ഒരു ഹൈന്ദവ പ്രതീകമാണ് എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ സങ്കല്പമെങ്കിൽ അതിനെ ഞാൻ പൂജ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ടുള്ള അവകാശമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോ ദേശീയ ഗാനം എല്ലാവരും പാടിക്കൊള്ളണം എന്നാണോ നിയമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പാടിക്കൊള്ളണമെന്നൊന്നും ഇല്ല എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാം, പക്ഷേ അപമാനിക്കാൻ പാടില്ല. അപകീർത്തികരമായിട്ട് അതിനെപ്പറ്റി പ്രസ്താവനകൾ നടത്തുന്നതിനോ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രീണിപ്പിക്കലാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കുന്നതിനോ അത് ഒരു കാവ്യവൽക്കരണമാണ് എന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ ബഹുമാനിക്കുന്ന കോടിക്കണക്കായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടായിട്ടുള്ള നാടാണിത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആൾക്കാർ RSSകാർ മാത്രമല്ലല്ലോ, എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടി ഇകഴ്ത്തുന്നതാണ് ആ ഒരു എന്ന് പറയുന്നത് സേക്രഡ് ആണ്. അത് ഇവിടുത്തെ രാജ്യമായിട്ട് നിങ്ങൾ കരുതിയാലും രാജ്യത്തിന്റെ വിവിധ ഭൂവിഭാഗമായിട്ട് കരുതിയാലും പ്രകൃതിയായിട്ട് കരുതിയാലും നമ്മുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ആയിട്ട് കരുതിയാലും ഏതാണെങ്കിലും അത് സേക്രഡ് ആണെന്നാണ് നമ്മൾ കരുതുക. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ സേക്രഡ് ആണ്. ഇതിനെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം കുന്തവും കുടച്ചക്രവും അല്ല എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ബിംബങ്ങളെ കൂടി ബഹുമാനിക്കണം. നിങ്ങൾക്ക് വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും ബെയർ മിനിമം ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് മന്ത്രിയോട് പറയാനുള്ളത്. ഓക്കെ.